കോഴിക്കോട് പന്നിയങ്കരയിൽ നിന്നും ഒളവണ്ണ പഞ്ചായത്തിലെ കൊടൽ നടക്കാവിൽ ദേശീയപാതയിൽ പ്രവേശിക്കുന്ന റോഡിന്റെ നിർമ്മാണ പദ്ധതി വിവാദത്തിൽ. റോഡിന്റെ വീതി സംബന്ധിച്ച ധാരണ പിശകാണ് പ്രദേശവാസികളിൽ നിന്ന് വലിയ എതിർപ്പിന് കാരണമാകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് വീതി കൂട്ടി നവീകരിക്കാൻ തീരുമാനിച്ചതാണ് ഈ റോഡ്. അന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രദേശവാസികളോടും കച്ചവടക്കാരോടുമെല്ലാം പറഞ്ഞത് 12 മീറ്ററിലായിരിക്കും വീതി എന്നാണ്. ഇതുപ്രകാരം പുതുതായി കെട്ടിടങ്ങളും വീടുകളും നിർമ്മിക്കുന്നവർക്ക് 12 മീറ്റർ കണക്കാക്കി പഞ്ചായത്ത് അനുമതിയും നൽകി. എന്നാൽ ഇപ്പോൾ റോഡിന്റെ വീതി 18 മീറ്ററാണെന്ന വിവരമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. 277 പേരെയാണ് ഇത് ബാധിക്കുക. 77 വീടുകളും 67 കടകളും 3 പാർട്ടി ഓഫീസും 2 പൊതുകിണറും 12 കിണറുകളും സാംസ്കാരിക കേന്ദ്രങ്ങളും അംഗനവാടികളും ഇതിൽ ഉൾപ്പെടുന്നു. സ്വർണം വിറ്റും വായ്പയെടുത്തും വീട് നിർമ്മിച്ചവരാണ് പ്രതിസന്ധിയിലായത്. ഒരു സൂചന പോലും നൽകാതെയാണ് ഒരു വികസനത്തിന്റെ പേരും പറഞ്ഞിട്ട് പാവപ്പെട്ട ജനങ്ങളെ വരെ സൂചിക്കുകയാണ്. വികസനത്തിന് ആരും എതിരല്ല. തക്കതായ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം എല്ലാവരും വികസനത്തിന് അനുകൂലമായി നിൽക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ റോഡ് കമ്മിറ്റിയും പറയുന്നത്, ഇവിടുത്തെ ജനങ്ങളും പറയുന്നത്. 2024 മാർച്ചിൽ സർക്കാർ റോഡിന് ഭരണാനുമതി നൽകി. 18 മീറ്റർ റോഡ് വരുന്നത് അറിഞ്ഞിട്ടില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. റോഡ് നിർമ്മാണത്തിന് എല്ലാ പിന്തുണയും നൽകിയ നാട്ടുകാരെ പറ്റിക്കുന്ന നിലപാടാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അതേസമയം റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി വീടുകളും കെട്ടിടങ്ങളും പൊളിച്ചു നീക്കേണ്ടി വരുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതർ നഷ്ടപരിഹാരം നൽകാമെന്ന് ഉറപ്പു നൽകുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ലഭിക്കുമെന്ന ആശങ്കയിലാണ് സ്ഥലവും കെട്ടിടങ്ങളും നഷ്ടമാകുന്നവർ. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. പഞ്ചായത്ത് കബളിപ്പിച്ചു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്കാണ് ഇനി. സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പന്നിയങ്കര പന്തിരങ്കാവ് റോഡിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 18 മീറ്റർ എന്നുള്ള രീതിയിലാണ് അതിന്റെ ഉത്തരവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് വലിയ ആശങ്കയിലാണ് എന്നുള്ളത് പഞ്ചായത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൽ വെച്ചിട്ട് മീറ്റിംഗ് ചേർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് യാതൊരു വിധത്തിലുള്ള വികസനത്തിനും ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ MLA എതിരല്ല, അത് തന്നെയാണ് ജനങ്ങളും അവരും എതിരല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ചർച്ചയുടെ ഭാഗമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. വികസനത്തിന് ആരും എതിരല്ല, പക്ഷേ തക്കതായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. അന്ന് 6 മീറ്റർ വിട്ടിട്ടാണ് എനിക്ക് പ്ലാൻ തന്നിരുന്നത്. ഇപ്പം റോഡ് 18 മീറ്റർ ആക്കിയിട്ട് വന്നിട്ടുണ്ട്, കുറ്റി അടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന് ആശങ്ക പറഞ്ഞാൽ ഇനി നമ്പർ കിട്ടുമോ? പിന്നെ ബാക്കി എന്റെ വീട് മാത്രമല്ല, എന്റെ സിസ്റ്റർ വീട് ഉണ്ടായാലും അത് ഏകദേശം കംപ്ലീറ്റ് പോകും. ഞങ്ങൾ ഇന്ന് ആ വിഷയം പഞ്ചായത്ത് അധികാരത്തിന് ഒരു പരാതി പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട്. കമ്മിറ്റിന്റെ ലെവലിൽ ഇതിനു മുമ്പ് പ്ലാൻ അനുവദിച്ച ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് ഞങ്ങൾ പറഞ്ഞത് ഈ റോഡ് വരുന്ന കുറ്റിയടിക്കുന്നവരെ ഞങ്ങളും ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. കാര്യത്തിൽ നടപടി ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നു.